അതെ, തമ്മിൽ കണ്ട പോലെ തന്നെ +2 കഴിഞ്ഞിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ചെയ്യുന്നത് എത്രത്തോളം ആപ്റ്റാണ് അല്ലെങ്കിൽ ഓക്കെ ആണ് എന്നുള്ളതാണ് പലരുടെയും സംശയം. ഒറ്റ ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ യെസ്, ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഇതിന് കുറച്ച് മാനദണ്ഡങ്ങളുണ്ട്, മറ്റു പല വശങ്ങളും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ട് കഴിഞ്ഞ ശേഷവും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് റിമൈനിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. സോ നിങ്ങൾ +2 കഴിഞ്ഞു, ഡയറക്റ്റ്ലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ചെയ്യുന്നു, അതുപോലെ തന്നെ അതിൽ നിന്ന് ഒരുപാട് എക്സ്പീരിയൻസും അതുപോലെ തന്നെ പ്രാക്ടിക്കലൊക്കെ ചെയ്ത് നല്ല സ്കിൽഡ് ആയിട്ട് പുറത്തിറങ്ങുകയും ഡയറക്റ്റ്ലി ഒരു പ്ലേസ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അല്ലേ? ശരിയാണ്. ഈ ഒരു മേഖല അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ നമ്മൾ ലാക്ക് ചെയ്യുന്ന ഒരു കാര്യം നമ്മുടെ ക്വാളിഫിക്കേഷനാണ്. അതായത് +2 കഴിഞ്ഞു, നോർമലി ആളുകൾ പല ഫീൽഡുകളിലും ചോദിക്കുന്ന ചോദ്യങ്ങളായിരിക്കും: ഡിഗ്രി എന്ത് ചെയ്തു, ഏതാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ, ഇനി അതിൻ്റെ മുകളിലേക്ക് ഡിമാൻഡ് ചെയ്യുന്ന ഏതെങ്കിലും കമ്പനികളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് MPhil അല്ലെങ്കിൽ PhD എന്നുള്ള ലെവലിലേക്ക് ക്വാളിഫിക്കേഷൻസ് ചോദിക്കാറുണ്ട്. ശരിയാണ്. വരുന്ന ഒരു തലമുറ എന്ന് പറയുന്നത് സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ജനറേഷനാണ് എന്തായാലും വരുന്നത്. ഈവൻ ക്വാളിഫിക്കേഷൻ കുറവാണെങ്കിൽ പോലും നമുക്ക് സ്കില്ലുണ്ടെങ്കിൽ ആ ഒരു സ്കില്ല് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ കമ്പനിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, ആ ഏരിയ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരുവിധം ആളുകൾക്കൊക്കെ പല കമ്പനികളിലും ഹയർ സാലറിയോടുകൂടി പ്ലേസ്മെൻറ്റ് കിട്ടുന്ന സാധ്യതകൾ ഒരുപാടുണ്ട്, ഒരുപാട് അനുഭവങ്ങളുമുണ്ട്. പക്ഷേ നമ്മൾ ഏതെങ്കിലും ഒരു ഏരിയയിൽ വല്ല ബൂമിങ്ങോ അല്ലെങ്കിൽ കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് വരുന്ന സമയത്ത് മേ ബി ഈ ഒരു സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇത് തന്നെയാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡ് എന്ന് പറയുന്നത് അത്യാവശ്യം ട്രെൻഡിങ് ആയിക്കൊണ്ടും അത്യാവശ്യം ജോലി സാധ്യതകളും അത്യാവശ്യം സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ പുറത്തിറങ്ങുകയും അതുപോലെ തന്നെ ഒരുപാട് ഏണിങ്സ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ഫ്രീലാൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ കീഴിൽ തന്നെ ആയിക്കോട്ടെ അത്യാവശ്യം ഏണിങ്സ് ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ചേക്കാവുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമുക്ക് മിസ് ഔട്ടായി പോയേക്കാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു കമ്പനിയിൽ മേ ബി നമുക്കൊരു പ്രൊമോഷൻ വേണം എന്ന് കരുതുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ നമുക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും മിനിമം ക്വാളിഫിക്കേഷൻ നമ്മളടുത്ത് ചോദിക്കുന്നുണ്ടെന്ന് കരുതുക. ദുബായ് പോലുള്ള വലിയ വലിയ രാജ്യങ്ങളിലൊക്കെ പലപ്പോഴും കണ്ടുവരുന്നത് മിനിമം ഒരു ഡിഗ്രി എങ്കിലും നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു ഫീൽഡിൽ ആ കമ്പനിയുടെ കീഴിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഡിഗ്രി വേണം എന്നുള്ളത് അവർ ഡിമാൻഡ് ചെയ്യാറുണ്ട്. ചില ആളുകൾ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ ഡിമാൻഡ് ചെയ്യാറുണ്ട്. ഇങ്ങനെ വരുന്ന സമയത്ത് മേ ബി അത് നമുക്ക് വരുന്ന ഒരു സാധ്യതയെ തടഞ്ഞു നിർത്താനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ക്വാളിഫിക്കേഷൻ ഇല്ല, സോ പ്രൊമോഷൻ ഒന്ന് ചവിട്ടി പിടിച്ചു വെക്കും. ക്വാളിഫിക്കേഷൻ ഇല്ല, സോ നമ്മുടെ സാലറി സ്കെയില് ഒന്ന് പിടിച്ചു വെക്കും. നമുക്ക് കിട്ടാവുന്ന ബോണസ് കുറക്കും. നമുക്ക് കിട്ടാവുന്ന മാക്സിമം ഏതെങ്കിലും ഒരു പോസ്റ്റ് ഉണ്ടാവാം. ഓരോ കമ്പനിക്ക് ഓരോ പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റിന് അതിൻ്റേതായിട്ടുള്ള ഡിമാൻഡ് ചെയ്യുന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടാവാം. ആ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത കാരണം നമ്മൾ തടയപ്പെടുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന പ്രൊമോഷൻസ് തടയപ്പെടുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. സോ നമ്മൾ +2 കഴിഞ്ഞു, നമ്മൾ ഡിഗ്രി ചെയ്യുക, കമ്പൽസറി ആയിട്ട് നമ്മൾ ഡിഗ്രി ചെയ്യുക. അതിൻ്റെ കൂടെ നമ്മുടെ സ്കില്ല്, നമ്മുടെ പാഷനേറ്റ് ആയിട്ടാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് ഇറങ്ങാൻ താല്പര്യപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഡിഗ്രിയുടെ കൂടെ പാർട്ട് ടൈം ആയിട്ട് ഒരു കോഴ്സ് നിർബന്ധമായിട്ടും ചെയ്യുക. ഒരുപാട് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സമയത്ത് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഓൺലൈൻ ക്ലാസ്സസ് ഉള്ള, വീഡിയോ ക്ലാസ്സസ് ഉള്ള, അതുപോലെ തന്നെ ഇൻക്ലൂഡിങ് പ്രാക്ടിക്കൽ നമ്മളെ കൊണ്ട് ചെയ്യിച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന ഒരുപാട് അക്കാഡമീസ് ഉണ്ട്. അവരുടെ കോഴ്സുകളിൽ ചേരുകയും നല്ല ടൈം മാനേജ്മെൻറ്റ് നമ്മൾ കീപ്പ് ചെയ്തിട്ട് പാഷനേറ്റായിട്ട് ആ കോഴ്സും അതുപോലെ തന്നെ നമ്മുടെ ഡിഗ്രിയും നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പ്ലസ് ആണ്. നേരെ മറിച്ച് നമ്മൾ ഡിഗ്രി ചെയ്യുന്നില്ല, കംപ്ലീറ്റ് ഡിഗ്രി അവോയ്ഡ് ചെയ്യുകയാണ്, അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് ഇറങ്ങി നമുക്ക് പ്ലേസ്മെൻറ്റ് കിട്ടി, ഏതെങ്കിലും ഒരു കാരണവശാൽ ഇതിൽ ഏതെങ്കിലും ഒരു ഏരിയയിൽ നമ്മൾ ഡിസാറ്റിസ്ഫൈഡ് ആവുകയാണെങ്കിൽ നമുക്ക് പിന്നീട് ഒരു ഡിഗ്രി ചെയ്യേണ്ടതായിട്ടുള്ളൊരു അവസ്ഥ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ പല ഏരിയാസിലും നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള ആൻസേഴ്സ് നമ്മൾ കൊടുക്കേണ്ട അവസ്ഥ വരും. എന്തുകൊണ്ട് ഇത്രയും സമയം വന്നു, എന്തുകൊണ്ട് ഡിഗ്രി ചെയ്യാൻ ഇത്ര സമയം വന്നു, എന്തുകൊണ്ട് ഡിഗ്രിയുടെ അല്ലെങ്കിൽ ഈ ഒരു കാലയളവിൻ്റെ അടുത്ത് ഇത്രയും ഗ്യാപ്പ് വരാൻ കാരണം എന്താണ്, ഇത്തരത്തിലുള്ള പല ചോദ്യങ്ങൾ ഇൻ്റർവ്യൂ ബോർഡിൽ പല ആളുകളും ഫേസ് ചെയ്യുന്നതാണ്. സോ അത്തരത്തിലുള്ള ഒരു
ഒരു എന്താ പറയുക സാഹചര്യം നമ്മൾ വരുത്തി വെക്കാതെ തന്നെ ഡിഗ്രി ചെയ്യാം, എന്നിട്ട് ആ ഒരു ഏരിയ നമ്മൾ സെക്യൂർ ചെയ്ത് വെക്കുക. സോ നമുക്ക് പറയാം എൻ്റെ അടുത്ത് ഈ ഒരു ഡിഗ്രി ഉണ്ട്, ഈ ഫീൽഡ് നമ്മളിനിപ്പം ഡിഗ്രി എടുത്തു, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് ഇറങ്ങി, ഇൻ കേസ് നമുക്ക് അവിടെ തിളങ്ങാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, സാഹചര്യം മാത്രമാണ് ഞാൻ പറയുന്നത്, ഇൻ കേസ് അവിടെ തിളങ്ങാൻ പറ്റിയിട്ടില്ല, നമുക്ക് പറയാം ഓക്കെ എനിക്കിനി എന്ത് ചെയ്യാം, പോസ്റ്റ് ഗ്രാജുവേഷൻ ഓപ്ഷൻ ഉണ്ട്, ഞാൻ അതിലേക്ക് പോവാം, അതിൽ നമുക്കൊന്നും കൂടി വർക്ക് ചെയ്യാം, ദെൻ അതിൻ്റെ കൂടെ നമുക്ക് ഒരിക്കൽ കൂടെ എന്ത് ചെയ്യാം, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാം. ഇതിനെ സംബന്ധിച്ച് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരുപാട് കോഴ്സസ് നമുക്കുണ്ട്. കമ്പ്യൂട്ടറൈസ്ഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ്. അതൊക്കെ നമുക്ക് ചെയ്യാം. ഡിഗ്രി ആയിട്ട് തന്നെ ഒരു 3 years അല്ലെങ്കിൽ 4 years ഡിഗ്രി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ അത്തരത്തിലുള്ള ഓപ്ഷൻസൊക്കെ നമ്മൾ ആലോചിക്കുക. നേരെ മറിച്ച് ഒരു 3 months അല്ലെങ്കിൽ 6 months വരുന്ന കോഴ്സ് മാത്രം ചെയ്തിട്ട് ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുന്നതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഇത് രണ്ടും പാരലലി കൊണ്ടുപോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതാണ്. ഒരിക്കലും ഡിഗ്രി മാത്രം ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നില്ല. മീൻസ് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിൽ താല്പര്യമുള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ അതിൽ പാഷനേറ്റ് ആയിട്ടുള്ള ആളാണെങ്കിൽ, സ്കില്ലുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഏതെങ്കിലും ഒരു ഡിഗ്രി ചെയ്ത്, ഏതെങ്കിലും ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്ത് ഏതെങ്കിലും ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നതിന് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതോടൊപ്പം തന്നെ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് മാത്രം ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക എന്ന് പറയുന്നതും നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതിന് ഇത്രയും സാധ്യതകൾ ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഇൻ കേസ് നിങ്ങൾ ഹാർഡ് വർക്കറാണ്, നിങ്ങൾക്ക് അത്യാവശ്യം പേഷ്യൻസ് ഉണ്ട്, നിങ്ങളുടെ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് കടന്നു പോകാനുള്ളൊരു പേഷ്യൻസ് നിങ്ങൾക്കുണ്ട്, പിന്നെ നിങ്ങളുടെ സ്കില്ല് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് നിങ്ങളുടെ ഒരു എന്താ പറയുക ഒരു മുന്നോട്ടുള്ള കാഴ്ചപ്പാട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. അതിനെ ഞങ്ങൾ ആരും എതിർക്കുകയും ചെയ്യുന്നില്ല. ഇനി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെയും ഒരുപാട് വൈഡ് ഏരിയാസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഏതെങ്കിലും ഒരു കോഴ്സ് ചെയ്ത് പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങുക എന്നുള്ളതല്ല. ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് പല തരത്തിലുള്ള വേരിയേഷൻസ് ഉണ്ട്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബെറ്റ ആഡ്സ് ഉണ്ട്, ഗ്രാഫിക് ഡിസൈനിങ് ഉണ്ട്, അതുപോലെ തന്നെ പല ഏരിയാസ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ അവൈലബിൾ ആണ്. സോ അതിൽ ഏത് ഏരിയ ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, ഏത് ഏരിയ ആണ് നമുക്ക് താല്പര്യമുള്ളത്, ഏതിലാണ് കൂടുതൽ നമുക്ക് തിളങ്ങാൻ പറ്റുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ചുരുങ്ങിയ കാലയളവ് കൊണ്ട് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. പിന്നെ ഡിഗ്രി ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു 3 months കോഴ്സ് ചെയ്തു അല്ലെങ്കിൽ 6 month കോഴ്സ് ചെയ്തു, അതിൽ നമുക്ക് അത്യാവശ്യം റിസൾട്ട് ഉണ്ട്. സോ അത് ബേസ്ഡ് ആയിട്ട് നമുക്കൊരു പ്ലേസ്മെൻറ്റ് കിട്ടി. ഇപ്പോൾ നമ്മൾ ഡിഗ്രി പഠിക്കുന്നതോട് കൂടെ തന്നെ നമ്മൾ ഫ്രീലാൻസർ ആയിട്ടൊരു വർക്ക് ചെയ്യുകയാണ്, അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് നമ്മൾ ഏതെങ്കിലും കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. ഇങ്ങനെ പറയുമ്പോഴും നമുക്കതൊരു പ്ലസ് ആണ്. ഞാൻ ഡിഗ്രി ചെയ്യുന്ന സമയത്ത് തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് നമുക്കൊരു പ്ലസ് ആണല്ലേ. സോ നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഏണിങ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് നോർമലി ഒരു ഡിഗ്രി ചെയ്യുന്ന ഒരാളെക്കാളും കൂടുതൽ എന്തുണ്ട്, നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, ഫീൽഡ് എക്സ്പീരിയൻസ് ഉണ്ട് എന്നും നമുക്ക് പറയാം. സോ നമ്മൾ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ചെയ്യാൻ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്, ഒരു ഡിഗ്രി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, മിനിമം ക്വാളിഫിക്കേഷൻ നിങ്ങൾ സെക്യൂർ ചെയ്യുക, അതിൻ്റെ കൂടെ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്.